ഹലോ. കുറച്ച് ദിവസമായി ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും നെല്ലിക്കയും മാങ്ങയും ചാമ്പങ്ങയും ഒക്കെ ഉപ്പിലിടുന്ന വീഡിയോസ് മാത്രമാണ് എനിക്ക് വരുന്നത്. അങ്ങനെ എനിക്ക് ഞാനും വിചാരിച്ചു കുറച്ച് വാങ്ങി നമുക്ക് ഉപ്പിലിടാം, അതൊരു വീഡിയോയും എടുക്കാം. അങ്ങനെ ഞാനും പോയി കുറച്ച് നെല്ലിക്കയും മാങ്ങയും വാങ്ങി. ഇത് കൃത്യമായി ഉപ്പിലിടുന്നത് ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടത് ഇങ്ങനെ ഉപ്പിലിടുന്നതാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഇടാം. മുന്നേ ഒരു തവണ ഞാൻ ഉപ്പിലിട്ടിട്ട് മൊത്തം പാളിപ്പോയിരുന്നു കേട്ടോ, അതും പറയണമല്ലോ. എന്നാലും തളരില്ല, ഇത്തവണ ഉപ്പിലിട്ടു. വീട്ടിലുണ്ടായ കുറച്ച് കാന്താരിമുളകും പച്ചമുളകും ഒക്കെ ചേർത്താണ് ഉപ്പിലിട്ടത്. എരിവ് വേണമല്ലോ. കുറച്ച് ഉപ്പൊഴിച്ചു, വിനാഗിരി ഒഴിച്ചു. ഞങ്ങൾ വിനാഗിരി എന്നാണ് കേട്ടോ പറയുന്നത്, വേറെ സുർക്ക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെയാണോ കൃത്യമായിട്ട് അങ്ങനെയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിനാഗിരി എന്നാണ് പറയുക. അതോടൊപ്പം തന്നെ കുറച്ച് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു. ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇടുന്നു. ഇടുമ്പോൾ ഇത് ഇത്ര ഉണ്ടെങ്കിലും നാളെ മുതൽ ഇതിൻ്റെ അളവ് കുറയും കേട്ടോ, കാരണം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യും. പാകായോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇനി കാത്തിരിക്കാം ഇതെല്ലാം പിടിച്ച് സെറ്റാവുന്നവരെ. വീട്ടിലായിരിക്കുമ്പോൾ ഇത് അറിയേണ്ട ആവശ്യമില്ല, കാരണം അമ്മ ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ നമ്മളെടുത്ത് കഴിക്കാറാണ് പതിവ്. ഇപ്പം നമ്മൾ തന്നെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം അത്രേ ഉള്ളൂ.